ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ന്യൂസ് ചാനൽ. നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് ഒരുവിധം സുഖമാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചായ കൂട്ടാൻ ഉണ്ടാക്കിയത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ പറയാം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചായക്കടിയാണ്. കുറച്ച് പത്തിരിപ്പൊടി ഉണ്ടാകാം, മതി, പിന്നെ ഒരു കോഴിമുട്ടയും തേങ്ങി. ഇപ്പോൾ തേങ്ങ ഇട്ടില്ലെങ്കിലും ഇല്ല കേട്ടോ. കോഴിമുട്ട അത്യാവശ്യമാണ്, എന്നെങ്കിൽ ചട്ടി വേഗം പൊളിഞ്ഞിട്ടും, മറ്റേ പൊളിഞ്ഞിട്ടിക്കൊള്ളണമെന്നില്ല. കോഴിമുട്ട കൂട്ടിക്കുകയാണെങ്കിൽ തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമില്ല. തേങ്ങ ഇട്ടാൽ ടേസ്റ്റ് കൂടാൻ അല്ലാണ്ട് കുറയില്ല. തേങ്ങ എത്രത്തോളം ഇടുന്ന അത്രയും നല്ലതാണ്. അങ്ങനെ 2 കയ്യിൽ പത്തിരിപ്പൊടി എടുത്തേക്കുന്ന ഒരു കോഴിമുട്ടയും കുറച്ച് തേങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും അതെല്ലാം കൂടി നല്ലോണം പച്ചവെള്ളം പാർന്ന് കലക്കിയെടുത്ത് പിന്നെ നല്ല നേർപ്പിച്ച് കലക്കണം കേട്ടോ. കട്ടി തിരയെ ഉണ്ടാവരുത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ടുങ്ങാൻ നമ്മൾ ചട്ടി പാർന്ന് ദോശ ചുടുമ്പോൾ ചുട്ടെടുത്താൽ മതി കേട്ടോ. കോഴിമുട്ട ഇട്ടുകയാണെങ്കിൽ ഗുണം തേത്താറ് ചട്ടിന്ന് വേഗം പൊളിഞ്ഞ് കിട്ടുകയും ചെയ്യും, ഒന്ന് ക്രിസ്പി ആണ്ടെടുക്കുകയും ചെയ്യും. ഇത് നമ്മൾ പച്ചരി അരച്ച് ഞാൻ ദോശ ചുടും പോലെയല്ല. ഇങ്ങനത്തെ ദോശ നമ്മൾ പച്ചരി അരച്ചും ചുടലുണ്ട് കേട്ടോ. കോഴിമുട്ടയും തേങ്ങ ഇടാണ്ട് തന്നെ പച്ചരി മാത്രം നേർങ്ങനെ അരച്ച് ഞാൻ ചുടലില്ലേ, അതുപോലെയല്ല. ഇത് പത്തിരിപ്പൊടി കലക്കുമ്പോൾ ഈ പൊടി അടിയിൽ ഊറിപ്പോവും. നമ്മൾ ഓരോ കയ്യിൽ മുക്കി ദോശ ചട്ടി പാരുകയാണെങ്കിൽ നല്ലോണം ഇളക്കി സെറ്റാക്കി എടുക്കണം മുക്കുമ്പോൾ. അല്ലാണ്ട് ഇത് എന്താ പറയുക, വറ്റ് വേറെയും വെള്ളം വേറെയും എന്നൊക്കെ പറയല്ലേ. അതുകൊണ്ട് പൊടി വേറെയും വെള്ളം വേറെയും ആയണ്ട നിൽക്കുക, 2 തട്ടായി നിൽക്കും. പിന്നെ ചൂടാൻ നേരത്തെ നമ്മൾ ലോൺ ഇളക്കി പിന്നെയും യോജിപ്പിച്ചെടുക്കണം. ഒരു ദോശ ചട്ടി പറഞ്ഞിട്ടാണെങ്കിൽ അത് വെന്തെടുക്കാനാണെന്ന് തോന്നുമ്പം തന്നെ നമ്മൾ മാവ് ഇളക്കൽ തുടങ്ങണം. അല്ലാണ്ട് നമ്മൾ ആ ദോശ അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ഇളക്കി പാരുമ്പോൾക്ക് ചട്ടി ചൂടായി പോവുകയും ചെയ്യും, ഗ്യാസ് വെറുതായി പോവുകയും ചെയ്യും. ആ ഊറിക്കെടുക്കുന്ന പൊടി ഉണ്ടല്ലോ, നമ്മൾ ഇളക്കലൊന്നും ഇളക്കിക്കുകയാണെങ്കിലൊന്നും കലങ്ങി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇതിനിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ദോശ ചൂടാൻ പണിയാണല്ലോ, ചൂടണ്ടല്ലേ. എളുപ്പമാണ് മക്കൾ, എത്രയോ എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കാൻ ദോശമാവൊക്കെ കലക്കി വെച്ചിരിക്കുന്ന. ഇനി ഞങ്ങൾ പറയുന്ന മുട്ട ദോശ കേട്ടോ. ഏതാ കൈന്നത്തോളം നേർപ്പിക്കും. ഞാൻ ആ നെത്തോളൊക്കെ നേർപ്പിച്ചെടുത്ത് കിട്ടും. ഞാൻ നല്ല നല്ല ഹോൾസായി കിട്ടും. ഇങ്ങനെ ചട്ടി ഇതാക്കുന്ന നെയ്യല്ല കേട്ടോ, എണ്ണ പറ്റി കൊടുക്കാൻ, വെളിച്ചെണ്ണ. നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ചുടുന്നത്. ഇനിയിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടായാലും ചുട്ടാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതങ്ങനെ അങ്ങ് പാർന്ന് വെച്ചാൽ മതി. അല്ലാണ്ട് നമ്മൾ നടുവ് പാർന്ന് ചുഴറ്റി കൊടുത്തേക്കാണെങ്കിൽ ആ നടുവ് തന്നെ അതങ്ങ് പിടിച്ചു. ഞാനിവിടെ ഇല്ലെങ്കിൽ മുത്തൂനും മുന്നിനൊക്കെ എളുപ്പമാട്ടോ ഇറ്റാ ചാക്കടി ഉണ്ടാക്കാൻ, പെട്ടെന്നായി കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതൊന്ന് ഞെരിച്ചെടുത്തേക്കാണെങ്കിൽ നല്ല രസം ഉണ്ടാകും. കറീൻ്റെ ആവശ്യമില്ലല്ലോ തേങ്ങ ഇടുന്നതിനെ കൊണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അധികം എല്ലാവരും പത്തിരി ആട്ടം ഉണ്ടാക്കുക. ആ പത്തിരിപ്പൊടി സ്റ്റോക്ക് ഉണ്ടാകുകയും ചെയ്യും. 4 മാസത്തേക്കോ 5 മാസത്തേക്കോ 6 മാസത്തേക്കോ നല്ലോണം അരി ഇങ്ങനെ പൊടിപ്പിച്ച് വറുത്ത് ഉണക്കി വെക്കുന്ന പൊടിയാണ്, ഒന്നും ആയി പോവുകയില്ലല്ലോ. എന്നെക്കൊണ്ട് സ്ഥിരമായിട്ട് പത്തിരി ഇടുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനെ പറ്റി ആ പത്തിരിപ്പൊടിയായിട്ട് കുഴച്ച് പറ്റിച്ചുട്ടിക്കാണ് വേഗം ആകുകയും ചെയ്യും. പിന്നെ ചില നാട്ടിലുണ്ടല്ലോ നമ്മൾ പച്ചരി പുതിർത്തിയിട്ട് രാവിലെ അരച്ചെങ്ങാനും ചുടലും എന്തെങ്കിലും അങ്ങനെയൊക്കെ തലേന്ന് അരച്ച് വെച്ചിട്ടുണ്ടാക്കലും ഒക്കെ. അങ്ങനത്തെവർക്കൊക്കെ മറന്നു വയ്ക്കെങ്കിലൊക്കെ ഇറ്റാ ചെയ്യാൻ എളുപ്പമാണ്, പത്തിരിപ്പൊടി പോലെ ഉണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഈ ദോശ ചുടുമ്പോൾ നമ്മൾ മൂടിയ ചില്ലെങ്കിലുണ്ടല്ലോ മുകളിലൊരു വെണ്ട് എറിയാണ്ട് വെക്കും. പിന്നെ നമ്മൾ മറിച്ചിടുമ്പോൾ ചിലപ്പം പൊടിഞ്ഞ് കളിക്കുകയും ചെയ്യും. ഒരു വാത്തോണം ഇതിങ്ങനെ മൂടി വെച്ചാൽ നല്ലോണം നന്നായി കിട്ടും കേട്ടോ. അങ്ങനെ ദോശ ഇടാനുള്ള തേങ്ങ ചിരകിയ ബാക്കിയുണ്ട്. എന്നോട് ചമ്മന്തി ഉണ്ടാക്കിക്കുന്ന ദോശയും ചായയും കുടിക്കുകയാണ് കേട്ടോ. രാവിലത്തെ ഫുഡ് ഇന്നത്തെ ഇതാണ്. രാവിലത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഉച്ചയാകുമ്പോൾ നിക്കാഹിന് പോവുകയാണ് കേട്ടോ. കൊടുവള്ളിയാണ് നിക്കാഹ്, ഒരു ഹാളിൽ നിന്നാണ്. കൊടുവള്ളിക്ക് ഞാൻ ബസ്സിന് പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഓട്ടോറിക്ഷ വിളിച്ച് പോയതാണ്. കുറച്ച് ആൾക്കാർ ഇനി വരാനും ഉണ്ട്. അങ്ങനെ ബസ് സ്റ്റോപ്പിലൊക്കെ കാത്തിക്കുന്ന കുത്തിരിപ്പാണ് കേട്ടോ അത്. എല്ലാവരും ഒരുമിച്ച് പോകാനായിട്ട് കയറാൻ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ വേക്കിൽ തന്നെയാണ് ഹാള്. അതിലേക്ക് കയറണമെങ്കിൽ ബാക്കിയുള്ളവർ വരട്ടെന്നും പറഞ്ഞ് കുത്തിരിക്കുകയാണ്. പിന്നെ ഒരു വിളിച്ചൊക്കെ നിങ്ങൾ കയറിക്കുള്ളൂ, ഞങ്ങൾ വന്നോളാം. അങ്ങനെ ഞങ്ങൾ വേഗം ഹാളിലേക്ക് പോയി. ഹാളിലേക്ക് കയറി ഇങ്ങനെ ഞങ്ങൾ വെള്ളം കുടിക്കാൻ നിന്നില്ല, വേഗം ഫുഡ് കഴിക്കട്ടെന്ന് വിചാരിച്ചിട്ട്. ഓലും പറഞ്ഞ് ഫുഡ് കഴിക്കാൻ വേഗം ഇരുന്നോളൂ, പിന്നെ തിരക്കായി പോകുന്നു. ഇങ്ങനെ ഓരോ കാത്തിക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നത്. പിന്നെ ഫുഡ് കഴിക്കാനിരുന്ന പോലും വന്ന് കിട്ടും. അങ്ങനെ ഫുഡ് ബിരിയാണി ഉണ്ട്, സുർബിയാനുണ്ട്. അങ്ങനെ സുർബിയാൻ കേട്ടോ കഴിച്ച്. എന്തൊക്കെയോ വിഭവങ്ങളുടെ പേര് പറയണം നോർമൽ. ഏതായാലും ഇഷ്ടപ്പെട്ടവരിങ്ങനെ കൊണ്ടുവന്ന് വിളമ്പി തരുന്നുണ്ട്. വേണ്ടി എല്ലാവരും കഴിക്കുന്നുണ്ട്. ചെമ്മീനുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അങ്ങനെ പള്ളർത്തും സുർബിയാനൊക്കെ കഴിച്ച് ബിരിയാണി കേട്ടോ. ഞാൻ ബിരിയാണി തീരെ കഴിച്ചില്ല, സുർബിയാൻ തന്നെ കഴിച്ച്. പിന്നാണെങ്കിൽ ഇതിന് ശേഷം മേപ്പ ഇടാൻ വേണ്ടിയിട്ട് മധുരമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അലീസ് ഉണ്ട്, പിന്നെ പുഡിങ്ങുകളുണ്ട്, അങ്ങനത്തെ ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തൊക്കെ ഒന്നും പോയിട്ട് തന്നെ ഇല്ല കേട്ടോ. ഫുഡ് കഴിച്ച് തന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. പിന്നെ മധുരമുള്ളതുകൊണ്ട് വേണ്ടാന്നും പറഞ്ഞങ്ങനെ കഴിക്കാൻ പോയില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ചെക്കനെയും പെണ്ണിനെയൊക്കെ ഒന്ന് കാണാൻ പോയി. ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലായിട്ട് കുറച്ച് നേരം അതിലൂടെയൊക്കെ ചുറ്റിപ്പറ്റി നടന്നിട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പോൾ ഒരു രസമാണല്ലോ. കുറേ പരിപാടികൾക്ക് ഈ മിസ്സാക്കി ഞാനിവിടെ എല്ലാത്തെയും കൊണ്ട്. അതെല്ലാം കൂടി ഈ പരിപാടി ഞാൻ നികത്തിയെടുത്തതാണ്. ഇതാണ് കേട്ടോ ചെക്കനും പെണ്ണും, പുയ്യാപ്പിളയും പുയ്യണ്ണുമാണ്. നിക്കാഹ് കഴിഞ്ഞ ശേഷം മഹറൊക്കെ കെട്ടിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ വേറെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ. ആ കല്യാണത്തിന് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടൊന്ന് കയറി ഇറങ്ങാമല്ലോ വിചാരിച്ച് കയറിയതാണ്.
പിന്നെ അവിടെ കയറി ചെന്ന് നോക്കുന്നത് ഓളൊന്നും കുടിക്കാണ്ട് വിടുന്നില്ല, ഒന്നും വേണ്ട പറഞ്ഞാൽ സമ്മതിക്കില്ല. പിന്നെ അലുവ കട്ട് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്നത്, പിന്നെ ബേക്കറിൻ്റെ അളക്കമൊക്കെ കൊണ്ടുവച്ചിട്ടോ. പിന്നെ വേണ്ടിയൊക്കെ വേണ്ടി എടുത്ത് നിന്നെങ്കിൽ പാത്രത്തിൽ രണ്ടാമെന്നും പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും വേണ്ടി എടുത്ത് കഴിക്കുകയാണ്. ഞാൻ ചെറിയൊരു കഷ്ണം അലുവ എടുത്ത് കഴിച്ചത്. ഈ കല്യാണം ഹാളിൽ നിന്നുമാണ്. പിന്നെ ആണെങ്കിൽ അവിടേക്ക് എത്തിപ്പെടാൻ കുറച്ചൊരു പണിയാണ്. മാനിപുരത്തെങ്ങാനാണ്. ആണുങ്ങളൊന്നും കൂടല്ലാണ്ട് പോയി വരാൻ കഴിയില്ല, രാത്രി പരിപാടിയാണ്. അങ്ങനെ അവിടെയും കയറി ഇറങ്ങി അസറാൻ കൊടുക്കുമ്പോൾ പൊരയിലെത്തി കിട്ടോ. പിന്നെ ലോറ് അസറൊക്കെ നിസ്കരിച്ചതിന് ശേഷം പിന്നെയും പോവുകയാണ്, വിരുന്ന് പോവുകയാണ് കേട്ടോ. മക്കളും പുയ്യാപ്പിളാരും ഉണ്ട്, പിന്നെ തിരിച്ച് വന്നിട്ട് മുത്തൂനും മോനും മക്കൾക്കും അങ്ങ് പോവുകയും വേണം കേട്ടോ. രാത്രി ആയി പോയിക്കാണെങ്കിൽ മക്കൾ ഉറങ്ങി പോവുകയും ചെയ്യും. പിന്നെങ്കിൽ രാവിലെ സ്കൂളിൽ പോകേണ്ടതാണ്. ഇങ്ങനെ പോണ വഴിക്ക് ഫ്രൂട്ട്സും കടയൊക്കെ കണ്ട് അവിടെ നിന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. ഇത് റോഡ് സൈഡിലുള്ള കടയാണ് കേട്ടോ. ഇങ്ങനെ റംബൂട്ടാൻ കണ്ടപ്പോൾ മക്കൾക്ക് റംബൂട്ടാനും വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ റംബൂട്ടാനൊക്കെ വാങ്ങി ഞങ്ങൾ വണ്ടിയിൽ നിന്ന് കഴിച്ച് അവിടെയൊക്കെ പോയി തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് പോകുന്നൊരു ഹോട്ടലിൽ കയറി മന്തി കഴിക്കാൻ കേട്ടോ. എന്നാൽ പിന്നെ ഇവിടെ വന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ, ഓർക്കാണെങ്കിൽ പോവുകയും വേണം. നമ്മളിവിടെ പോയി ഇങ്ങോട്ട് വരുമ്പോൾ അധികം ഒരു ക്ഷീണമാണല്ലോ, ഫുഡൊക്കെ ഉണ്ടാക്കാനൊരു മടിയാണ്. പിന്നെ ഉച്ചയ്ക്ക് പാളെങ്കിൽ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. മുത്തും മോനും കൂടി ഇറച്ചിച്ചോറ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കിയാണ്. പിന്നെ അതും ബാലൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുരയിലെത്തി. പിന്നെ മോനും മുത്തും മക്കളും പോകാൻ വേണ്ടി റെഡിയാകാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ. ജലദോഷവും ചുമയൊന്നും ഇങ്ങോട്ട് മാറിയില്ല, സൗണ്ടൊന്നും ക്ലിയർ ആയില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.